ഈ വിഷു ഒരു സദ്യയുടെയോ അല്ലെങ്കിൽ ഒരു വിഷുക്കൈനീട്ടത്തിലോ അല്ലെങ്കിൽ വിഷുക്കണി ദർശനത്തിലോ മാത്രം തീരുന്ന ഒന്നല്ല. അതെന്താന്ന് വെച്ചാൽ വിഷുവിന് നമ്മൾ പുലർച്ചെ വിഷുക്കണി കാണുമ്പോൾ ജപിക്കേണ്ട മന്ത്രം. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചില ഓർമ്മകളുണ്ട്, ചില നാമജപങ്ങളുടെ. വിഷുവുമായി ബന്ധപ്പെട്ട വിഷുവിന് നമ്മൾ ജപിക്കേണ്ട നാമങ്ങൾ, മന്ത്രങ്ങൾ, ഇവ ഏതെല്ലാമാണ്? ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി. വിഷുവിന് നമ്മൾ ജപിക്കേണ്ട മന്ത്രങ്ങളുടെ പ്രാധാന്യവും മന്ത്രങ്ങൾ ഏതെല്ലാം എന്നുമെല്ലാം നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം തിരുമേനി. നമസ്കാരം. വിഷുവിന് നമ്മൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ, നാമജപങ്ങൾ, വിഷുവിന് നമ്മൾ പുലർച്ചെ വിഷുക്കണി കാണുമ്പോൾ ജപിക്കേണ്ട മന്ത്രം, അത് ഒന്ന് പറഞ്ഞു തരാമോ? ഏതാണ് അങ്ങനെ ഒരു മന്ത്രം ഉണ്ടെങ്കിൽ? അത് ശരിക്ക് ഈ വിഷു ഒരു സദ്യയുടെയോ അല്ലെങ്കിൽ ഒരു വിഷുക്കൈനീട്ടത്തിലോ അല്ലെങ്കിൽ വിഷുക്കണി ദർശനത്തിലോ മാത്രം തീരുന്ന ഒന്നല്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കണതാണ്, നമ്മുടെ ഒരു ശ്രേഷ്ഠമായി നിൽക്കുന്ന സമ്പൽ സമൃദ്ധതയിലേക്ക് കടക്കുന്ന എല്ലാ ഐശ്വര്യവും എല്ലാ നന്മയും പ്രകൃതി നൽകണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെ പ്രകൃതിയുടെ അനുഗ്രഹവും ലക്ഷ്മീദേവിയുടെ അനുഗ്രഹവും ഉൾക്കൊണ്ടൊരു നന്മയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, ആ ആഗ്രഹിക്കുന്ന ദിവസത്തിൻ്റെ ആദ്യത്തെ വാതിൽപ്പടിയാണ് വിഷുക്കണി ദർശനം. അതിനുശേഷമാണ് നമുക്ക് കിട്ടുന്ന വിഷുക്കൈനീട്ടവും മറ്റു കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെയാണ് നാമജപാദികൾ. ഈ നാമജപാദികൾ എന്ന് പറയുന്നതിന് ഏതൊരു പുണ്യമായ ദിനത്തെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിലും, ഏത് പുണ്യമായ ദിവസത്തെ നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിലും നിർബന്ധമായി നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ പുണ്യദിനത്തിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാമജപാദികൾ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഷഡ്പീഠമായിട്ട് പൂജകളൊന്നും കഴിക്കുന്നില്ല വിഷുക്കണി ഒരുക്കുമ്പോൾ, അല്ലെങ്കിൽ സപരിവാരം പൂജകൾ കഴിച്ചൊന്നും അല്ല നമ്മൾ ഭഗവാനെ എന്താ പറയുക അന്ന് വിഷുക്കണി ഒരുക്കുന്നത്. നമ്മൾ വൈകുണ്ഠം, സാങ്കല്പികമായി നിൽക്കുന്ന വൈകുണ്ഠത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ വൈകുണ്ഠനാഥനായി നിൽക്കുന്ന ഭഗവാന്റെ തിരുസ്വരൂപത്തിൽ, ആ ഭഗവാന്റെ മുമ്പിൽ ഈ പ്രകൃതിയിലുണ്ടാകുന്ന സകല വസ്തുക്കൾ നിറച്ചു വെച്ചുകൊണ്ട് ഭഗവാന് സന്തോഷകരമായൊരു കണിയൊരുക്കിക്കൊണ്ട് ആ ഭഗവാൻ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ചടങ്ങുകളാണ് ഈ വിഷു എന്ന് പറയുന്നത്. അവിടെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹമുള്ള, ലക്ഷ്മീദേവിയുടെ പ്രതീകമായി നിൽക്കുന്ന വാൽക്കണ്ണാടിയോടുകൂടി ഇരിക്കുന്ന ഭഗവത് സ്വരൂപമാണ്. അപ്പം ആ വർഷം സമ്പത്ത് ഉണ്ടാകാനായിട്ട് ഏറ്റവും കേമായിട്ട് നമുക്ക് ജപിക്കാൻ പറ്റുന്നതാണ് ലക്ഷ്മിയുടെ മന്ത്രങ്ങൾ, ലക്ഷ്മി അഷ്ടകങ്ങൾ. ലക്ഷ്മിയുടെ മന്ത്രങ്ങളെല്ലാം ജപിക്കാവുന്നതാണ്. ലക്ഷ്മിയുടെ സ്തോത്രമാല മുഴുവൻ ജപിക്കാവുന്നതാണ്. അഷ്ടകങ്ങൾ ജപിക്കുകയാണ്. ലക്ഷ്മിയുടെ എല്ലാ ശ്ലോകങ്ങളും, ദേവി മഹാത്മ്യം ഉൾപ്പെടെയുള്ള ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയൊക്കെ ലക്ഷ്മി പ്രീതിമയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഭഗവാന്റെ ഒപ്പം തന്നെ വെക്കുന്നതാണ് വാൽക്കണ്ണാടി. രണ്ടാമത് നമുക്കറിയാം ഭഗവാൻ ആരാണ്. ഈ ലോകത്ത് നമ്മുടെ നന്മയിലേക്ക്, ഐശ്വര്യത്തിലേക്ക്, നമ്മുടെ പരമ്പരയുടെ നന്മയ്ക്ക്, സർവ്വ ദുരിതങ്ങളിൽ നിന്ന്, സർവ്വദോഷങ്ങളിൽ നിന്ന്, സർവ്വസങ്കടങ്ങളിൽ നിന്ന് സമൃദ്ധിയിലേക്ക് കടത്തിവിടുന്നത് ആരാണ്? ഭഗവാൻ മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ അല്ലേ? ഗുരുവായൂരപ്പനാണ്, ഭഗവാനാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? ഇതുപോലൊരു പുണ്യ ദിവസം കിട്ടുമ്പോൾ ആ പുണ്യ ദിവസം നമ്മുടെ മനസ്സാകുന്ന, നമ്മുടെ കുടുംബമാകുന്ന ശ്രീകോവിലിലേക്ക്, അല്ലെങ്കിൽ ആ ശ്രീകോവിലിൽ ഒരുക്കിയിരിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് ആ ഭഗവാന്റെ സ്വരൂപം കടന്നു വന്ന് സൂക്ഷ്മ ശരീരമല്ലാതെ സ്ഥൂല ശരീരമായി ആ ഭഗവാൻ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ കുടുംബമാകുന്ന ശ്രീകോവിലിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന വൈകുണ്ഠത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ആ ഭഗവാൻ നമുക്ക് തരുന്ന കണിക്കാഴ്ചയാണ് വിഷുവെങ്കിൽ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ആ ഭഗവത് സ്വരൂപത്തെ സ്മരിച്ചുകൊണ്ട്, ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ വൈകുണ്ഠം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തിലുകൂടി, ആ വൈകുണ്ഠത്തിൻ്റെ അനുഗ്രഹം എനിക്കും എൻ്റെ പരമ്പരയ്ക്ക് ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തിലുകൂടി ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്
ദശാവതാരത്തിലെ എല്ലാ അവതാരങ്ങളിലെയും എല്ലാ നാമജപാദികൾക്കും അതിശക്തമായി നിൽക്കുന്ന പ്രാധാന്യമുണ്ട്. അത് നാരായണ നാമം ജപിച്ചാലും, രാമനാമം ജപിച്ചാലും, നരസിംഹ ഗായത്രി ജപിച്ചാലും, നരസിംഹനാമം ജപിച്ചാലും, വാമനന്റെ ജപിച്ചാലും, ശ്രീകൃഷ്ണന്റെ ജപിച്ചാലും, ഇതിനെല്ലാം അതിന് പൂർണ്ണമായ പ്രാധാന്യമുണ്ട് വിഷുദിനത്തില്. ഇത് മുഴുവൻ വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ഈ നാമജപാദികൾ ജപിക്കാം, ഈ നാമജപങ്ങൾ മുഴുവൻ ചെയ്യാം. അതിനകത്ത് എത്ര പ്രാവശ്യം പറ്റുവാണെങ്കിൽ അന്ന് ഈ കണി കണ്ടതിന് ശേഷം ആ കണി കിട്ടി നമുക്ക് കിട്ടുന്ന ആ കൈനീട്ടവും പിടിച്ചുകൊണ്ട് ആ ഭഗവാന്റെ വൈകുണ്ഠത്തിലിരുന്നുകൊണ്ട്, നമ്മുടെ കുടുംബത്തിലൊരുക്കിയ വൈകുണ്ഠത്തിലിരുന്നുകൊണ്ട് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഈ നിധി, ഈ സ്വർണം കൊണ്ട് സമ്പന്നമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്യണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് രാവിലെ ഇപ്പം നമ്മൾ കണി കാണുമ്പോൾ ആരും കുളിക്കുന്നില്ല, അവിടെ ഇരുന്ന് നമുക്ക് ജപിക്കാം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. അങ്ങനെ നാരായണനെ നമുക്ക് അറിഞ്ഞു വിളിക്കാം, മഹാവിഷ്ണുവിനെ ഏറ്റവും അറിഞ്ഞു വിളിക്കാം, നാരായണനാമം ജപിക്കാം, കൃഷ്ണനാമങ്ങൾ ജപിക്കാം. എൻ്റെ കൃഷ്ണ എന്നത് സങ്കല്പത്തിലെ കൃഷ്ണനാമങ്ങൾ ജപിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ഇതെല്ലാം ജപിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അവിടുത്തെ നമ്മൾ വിഷുക്കലിൻ്റെ അവിടുത്തെ വിളക്കൊന്നും കെടുത്താതെ അവിടെ ഇരുന്ന് ലക്ഷ്മിയുടെ അഷ്ടകം ജപിക്കാം, സ്തോത്രമാല ജപിക്കാം. എന്തായാലും വിഷു ദിനത്തിന് രാവിലെയും വൈകുന്നേരം 1 മണിക്കൂറെങ്കിലും കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് വൈഷ്ണവനാമത്തിനും ലക്ഷ്മി നാമത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധാരാളം നാമജപം ഉണ്ടാവണം. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് കിട്ടുന്ന ഭഗവത് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി കൊണ്ട്, ഭഗവാൻ അനുഗ്രഹിച്ച് നിർത്തുക സമ്പത്ത് കൊണ്ട് ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിലേക്ക് നമ്മളെയും പരമ്പരയും എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് കൊടുക്കുന്ന അർച്ചനയാണ് നാമജപം. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന ദക്ഷിണയാണ് നാമജപം. ഒരു സാധാരണ ഭക്തന്റെ പൂജയാണ് നാമജപം. ആ നാമജപത്തിലേക്ക്, ആ നാമജപത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തിലേക്ക്, ആ നാമജപത്തിലൂടെ കിട്ടുന്ന ഭഗവത് അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ആ ദിവസത്തിന്റെ പുണ്യം പൂർണ്ണമായി നമ്മളിലേക്ക് ലയിക്കുന്നത്. തിരുമേനി, നമ്മള് നിലവിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രം ഉണ്ടല്ലോ, ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സദ്ബുദ്ധിം പ്രകാശായ ദീപജ്യോതിർ നമോ നമ. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു മന്ത്രം നമ്മള് വിഷുക്കണി കാണുന്ന നേരത്തെ ചൊല്ലേണ്ടതുണ്ടോ? അല്ല, അത് മന്ത്രങ്ങളല്ല, എന്താണ് ചൊല്ലേണ്ടത് വിഷുക്കണി കാണുമ്പോൾ എന്നാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാം. വളരെ വളരെ അങ്ങയുടെ ചോദ്യം എനിക്കിഷ്ടമായി. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ശരിക്ക് രാവിലെ വന്നു, ഈ സാധാരണഗതിക്ക് ആൾക്കാർ വന്നു തൊഴുത് കാണിച്ചു അങ്ങ് പോയി, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഞാൻ കാണാറുള്ളത്. ഇത് നമ്മൾ തൊഴുന്നത് ഒരു വൈകുണ്ഠത്തെയാണ്. ആ വൈകുണ്ഠനാഥൻ ഭൂമിയിൽ വന്നിട്ട് ആ ഭൂമിയിലെ എല്ലാ കാർഷിക വിളകളൊക്കെ കണ്ട് അദ്ദേഹത്തിന് കാഴ്ചദ്രവ്യങ്ങളായി നിൽക്കുന്ന സ്വർണ്ണങ്ങൾ ഉൾപ്പെടെ എല്ലാ ധാന്യങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. അതെന്ന് വെച്ചാൽ ഈ ഭഗവാൻ ഇതെല്ലാം നമുക്ക് തരിക. കാരണം നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാർഷികമില്ല. അപ്പം ആ വൈകുണ്ഠനാഥനെയാണ് അവിടെ ആരാ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ കൂടെ ഭൂമിയിൽ എപ്പോൾ അവതരിച്ചാലും കൂടെ ഇതിൽ ലക്ഷ്മിയാണ്. അപ്പം ലക്ഷ്മി സമേതനായി നിൽക്കുന്ന വൈകുണ്ഠനാഥനാണ്. അപ്പം ഏറ്റവും ആദ്യം ഭഗവാനെ നമ്മൾ കണ്ടാൽ ആദ്യം ജപിക്കാനായിട്ട് ആദ്യം പറ്റുന്ന നാമം ഏതാ? നാരായണനാമമാണ്. നാരായണനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല. നാരായണനാമം ജപിച്ചു തൊഴാം. ആദ്യം നാരായണനാമം ജപിച്ചു തുടങ്ങണം. ആ നാരായണനാമം ജപിച്ച് ആ നാരായണമൂർത്തിയെ വന്ദിച്ച് ആ നാരായണമൂർത്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നാരായണനാമം ജപിച്ചു കൊടുക്കാം. പിന്നെ അടുത്ത് സമ്പത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനും ഐശ്വര്യം നൽകാനും നാരായണ ഗായത്രി, വിഷ്ണു ഗായത്രി, നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് പറയണേ ആ മന്ത്രം. അത് ജപിക്കാൻ. അതുപോലെ തന്നെ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കരം ഇങ്ങനെ പറയുന്ന ശ്ലോകങ്ങൾക്കൊക്കെ അതിപ്രാധാന്യമുണ്ട്, വളരെ ഗംഭീരമായിട്ട്. അതുപോലെ തന്നെ ശ്രീം നമ ലക്ഷ്മി ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ശ്രീം നമ അത് ജപിക്കാം. ക്ലീം കൃഷ്ണായ നമ ശ്രീം നമ, ക്ലീം കൃഷ്ണായ നമ ശ്രീ നമ, കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര അത് ജപിച്ചുകൊണ്ട് തൊഴാം. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി അത് ജപിക്കാം. വിഷ്ണു ഗായത്രിയാണ്. ഇങ്ങനെയുള്ള നാമങ്ങൾ ജപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദർശിക്കണം. അതെന്താ കാരണം എന്ന് വെച്ചാൽ ആ സങ്കല്പത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരൂ.
നമ്മൾ 24, അതായത് നമ്മൾ തലേ ദിവസം രാത്രിയിൽ നമ്മൾ ഒരിക്കലൊക്കെ എടുത്ത് നമ്മൾ അരിയാഹാരമൊക്കെ കഴിക്കാതെ നമ്മൾ പൂർണ്ണ ശുദ്ധിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങി നമ്മൾ രാവിലെ എണീറ്റ് ഒരു പുണ്യദിനത്തിൻ്റെ ഒരു വർഷത്തിൻ്റെ പുതിയ ആരംഭത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കിടക്കയിൽ നിന്ന് നമ്മൾ ഈ ഈശാന കോണിലേക്ക് തിരിഞ്ഞ് ഇന്ദ്രനെ സ്മരിച്ചുകൊണ്ട് ഭൂമിദേവിയെ തൊട്ടു തൊഴുത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭഗവത് സ്വരൂപത്തിൻ്റെ നമ്മുടെ കുടുംബത്തിരിക്കുന്ന വൈകുണ്ഠത്തിലേക്കാണ് നമ്മൾ എത്ര. ആ വൈകുണ്ഠത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ആണ് ആദ്യമായി ഈ വർഷാരംഭത്തിൽ കണ്ണു തുറന്ന് ഭഗവാനെ കാണാനാണ്. ആ ഭഗവാൻ ആരാ? അവിടെ ആരൊക്കെ ഇരിക്കണേ? ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളും തൊഴുതുകൊണ്ട് നിൽക്കുന്ന സർവ്വ ഈശ്വരന്മാരും തൊഴുതുകൊണ്ടിരിക്കണ ആ മഹാവിഷ്ണു സവിധത്തിൽ ലക്ഷ്മിയോട് കൂടി നിൽക്കുന്ന അദ്ദേഹത്തെ തൊഴുകയാണ്. അദ്ദേഹത്തെയാണ് അന്നത്തെ വർഷം ആദ്യമായി കാണുന്നത്. അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക? നമുക്കൊന്നും ചോദിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ നാമജപം കൊണ്ട് പുണ്യമാക്കാൻ പറ്റുന്ന അത്രയും പുണ്യമാക്കിയെടുക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നാമജപാദികൾ, ഈ നാരായണ നാമജപായാലും വിഷ്ണു ഗായത്രി ആയാലും അങ്ങനെയുള്ള നാമജപം കൊണ്ട് ആ നാമജപം അദ്ദേഹത്തിൻ്റെ തൃക്കാക്കളിൽ വെക്കുന്ന താമരപ്പൂവായിട്ട് അദ്ദേഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ അനുഗ്രഹം, ആ ഇഷ്ടത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഒരു കൂട്ടുകാരനെ പോലെ, ഒരു മകനെ പോലെ, ഒരു അച്ഛനെ പോലെ, ഒരു ഏട്ടനെ പോലെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ആ പ്രേമത്തിലേക്ക് മാത്രം കടന്നു ചെന്നാൽ മതി. ഒന്നും ചോദിക്കണ്ട, ഒരക്ഷരം പറയണ്ട. ആ നാമജപം ചെല്ലുമ്പോൾ അദ്ദേഹത്തിനറിയാം ഈ വെച്ചിരിക്കുന്ന വിഭവങ്ങളിൽ അവന് സ്വർണം കൊടുക്കണോ, സമ്പത്ത് കൊടുക്കണോ, ഐശ്വര്യം കൊടുക്കണോ, അദ്ദേഹത്തിന് തന്നിരിക്കും. പക്ഷെ നമ്മുടെ അർച്ചന, നമ്മുടെ സങ്കല്പം അതികേമാവണം, ശുദ്ധാവണം, വൃത്തിയാവണം. അതുകൊണ്ട് കണി കാണുമ്പോൾ നാമജപത്തിന് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിഗംഭീര പ്രാധാന്യമാണ്, അതികേമാണ്, ഐശ്വര്യാണ്. തിരുമേനി പറഞ്ഞു, ഇപ്പോ കണി കാണുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങളുടെ പ്രത്യേകതകളും മന്ത്രങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഈ കണി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിന്റെ ഉച്ചാരണ ശുദ്ധി പലരിലും ഞാൻ കേട്ടിട്ടുണ്ട് പല രീതിയിലാണ്. അത് യഥാർത്ഥമായ ശരിയായ ഉച്ചാരണ ശുദ്ധി ഇല്ലാതെ നമ്മൾ മന്ത്രങ്ങൾ ജപിച്ചാൽ അത് ദോഷകരമായിട്ട് ഭവിക്കില്ലേ? സംശയമില്ല. അങ്ങയുടെ ചോദ്യം തന്നെ പറയുമ്പം അത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയുള്ള ഉത്തരം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ നാമജപത്തിലായാലും മന്ത്രജപത്തിലായാലും ഞാനൊക്കെ നേരത്തെ തൊട്ട് പലപ്പോഴും പറയാറുണ്ട്. കാരണം ഇന്ന് ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ എന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, തിരുമേനി ഫോണിക്കട തൃഷ്ടിപ്പ് മന്ത്രം ഉപദേശം തരാമോ, പൃഥ്വിങ്കിരി ഉപദേശം തരാമോ എന്നൊക്കെ. ഞാനൊക്കെ പോലും 3 വർഷം കൂടുമ്പോൾ ഒരു തവണ പോലും പൃഥ്വിങ്കിരി ഒന്നും ജപിക്കാറില്ല. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പം ഈ വാട്സപ്പ് വഴിയുള്ള ഉപദേശങ്ങൾ, സോഷ്യൽ മീഡിയ വരെയുള്ള ഉപദേശങ്ങൾ നടക്കുന്ന കാലത്ത് ഞാനിത് പറയുമ്പം എന്നെ അല്പനായി കാണും എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തിലൂടെ തന്നെ ഞാൻ പറയാൻ പോണേ. ഈ കുംഭകർണൻ തപസ് ചെയ്യാണ്, വർഷങ്ങളോളം, 1000 വർഷങ്ങൾ തപസ് ചെയ്യുകയാണ്. ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിച്ച് നമഃശിവായ 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 ജപിച്ച് അദ്ദേഹം തപസ് ചെയ്തിട്ട് 1000 വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ എന്തായാലും പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ട എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കാനിരിക്കുന്നത് ഇന്ദ്രാസനാണ്, ഇന്ദ്രന്റെ ആസനം. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പടം. അപ്പൊ ദേവലോകമാണ് അദ്ദേഹത്തിന് വേണ്ടത്. അപ്പൊ ഇത് അപകടമാവും എന്ന് കണ്ടു. സരസ്വതി ദേവി നാക്കേലൊന്ന് കയറിയിരുന്നു. ചോദിച്ചപ്പോൾ എന്തു പറ്റി? ഭഗവാനെ നിദ്രാസനം എന്നായിപ്പോയി. ഈ നിദ്രാസനം എന്ന് പറഞ്ഞാൽ എന്താവുക? ഉറക്കം വേണമെന്നായി. ഭഗവാൻ എന്തു ചെയ്തു? തദാസ്തു, മഹാദേവൻ അനുഗ്രഹിച്ചു. ഉടനെ കുംഭകർണൻ എന്ത് ചെയ്തു? കാലം വീണു, എനിക്ക് അബദ്ധം പറ്റി, ഒരു വാക്ക് തെറ്റി, ഇത്രയും വർഷം ഞാൻ തപസ് ചെയ്തു. ഭഗവാൻ പറഞ്ഞു, എന്താണോ മോനെ നീ ചോദിച്ചത് അത് മാത്രമേ എനിക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് മറ്റൊരു രീതിയിൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് പിന്നെ അദ്ദേഹം കാല് പിടിച്ചു, കരഞ്ഞു. അപ്പോൾ എല്ലാ ദേവന്മാരും പറഞ്ഞു, അനുഗ്രഹിക്കൂ, എന്തെങ്കിലും ഒരു ശാപമോക്ഷം കൊടുക്കൂ. അങ്ങനെ 6 മാസം ഉടക്കവും 6 മാസം എണീറ്റിരിക്കുന്ന അവസ്ഥയിലേക്ക് ശാപമോക്ഷം കിട്ടുമെന്നാണ്. അപ്പം നാമജപത്തിലായാലും ശരി, മന്ത്രജപത്തിലായാലും അക്ഷരങ്ങളുടെ സ്ഫുടത, അക്ഷരങ്ങളുടെ ശുദ്ധി അത് വളരെ വളരെ പ്രാധാന്യമാണ്. ഇപ്പം നമഃശിവായ നമഃശിവായ നമ്മൾ ജപിക്കാറുണ്ട്. ആ ശകാരം എന്ന് പറയുന്ന 2 ശാ കൂടി രീതി വേണം ഉച്ചരിക്കാൻ. നമഃശിവായ
നമ ശിവ. ആ ശിക്ക് അവിടെ പ്രാധാന്യം കൊടുക്കണം. ആ ശിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമശിവായുടെ ശക്തി വരുന്നത്. ചില കുട്ടികളൊക്കെ അമ്മ നിർബന്ധിക്ക് ഓടി വന്നിട്ട് നാരായണ ഇങ്ങനെ ജപിക്കുന്നത് അതല്ല. ആ നാരായണ നാമത്തിൽ രകാരം എന്ന് പറഞ്ഞ അക്ഷരമുണ്ട്. നാരായണായ 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 നമ. ആ നാരായണ അങ്ങനെ ആ വരുന്ന അക്ഷരങ്ങൾ. അപ്പൊ അക്ഷരശുദ്ധി നമ്മുടെ അക്ഷരം നാസ്തി മന്ത്ര, മന്ത്രമല്ലാത്ത അക്ഷരം, നമ്മൾ ജപിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടുള്ള മന്ത്രത്തെ ആ ഭഗവത് സ്വരൂപത്തിലേക്ക് ചെന്ന് അത് അദ്ദേഹത്തിൽ ലയിക്കുമ്പോഴാണ് ആ നാമജപത്തിന്റെ ഫലം കിട്ടണേ. നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ച് നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിരിക്കുന്ന ശൈവരൂപത്തെ അല്ലെങ്കിൽ വൈഷ്ണവ രൂപത്തെ ആ ദേവീ രൂപത്തിലെ നമ്മുടെ നാമജപം കൊണ്ട് നമ്മൾ പൂജ കഴിച്ച് ആ നാമജപം കൊണ്ട് നമ്മൾ അർച്ചന നടത്തി നമ്മളിലുള്ള തന്നെയുള്ള ഭഗവാന്റെ ശക്തിയെ വർദ്ധിപ്പിച്ച് നമ്മളിലുള്ള ഭാഗ്യത്തെ, നന്മയെ, ഐശ്വര്യത്തെ കൂട്ടുന്ന എന്താണോ അതാണ് നാമജപം. അതാണ് കലിയുഗത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ ആ കലിയുഗത്തിൽ നാമജപത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പൊ ആ നാമജപത്തിന് ഓരോ ജപിക്കുന്ന അക്ഷരങ്ങളും അതിൻ്റെ ഓരോ മാത്രയും കൃത്യമല്ല എങ്കിൽ അത് നാമജപാദികളായാലും മന്ത്രജപങ്ങളായാലും നമുക്ക് ഫലവത്താകില്ല എന്ന് മാത്രമല്ല തിരിച്ചടികൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ ജപിക്കരുത്. മന്ത്രം ജപിക്കണമെങ്കിൽ ഉപദേശം വേണം. ഞങ്ങളൊക്കെ മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ എഴുതിയൊന്നും തരില്ല. ജപിച്ച് പഠിച്ചോണം. അതിന് ഓരോ മാത്രയുണ്ട്. ചില മന്ത്രങ്ങളൊക്കെ കാണില്ല, ഒരു എഫ് പോലെ ഒരു അക്ഷരം കാണും, എന്നിട്ട് അതോടെ എഫ് എന്ന് കൂട്ടി വായിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഫ് എന്നും പറഞ്ഞ് അതെന്താണ് എന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ജപം അല്ല വേണ്ടേ. ഒരു ഗുരുനാഥനിൽ നിന്ന് അത് ഉപദേശമായി സ്വീകരിച്ച് കുളിച്ച് മുങ്ങി വസ്ത്രം ധരിച്ച് ഇടത് ചെവി വറ്റില കൊണ്ട് അടച്ചു പിടിച്ച് വലത് ചെവിയിൽ ഉപദേശം മേടിച്ച് 3 പ്രാവശ്യം ജപിച്ച് ഇടത് ചെവി ജപിച്ച് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് മന്ത്രദീക്ഷയൊക്കെയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ്. ആ മന്ത്രദീക്ഷ ജപിക്കണമെങ്കിലോ അദ്ദേഹത്തിന് കുറേ കാലം ശുദ്ധവൃത്തികളോട് ജീവിച്ചാൽ മാത്രമേ ആ മന്ത്രദീക്ഷ ഒരു ഗുരുനാഥൻ കൊടുക്കുള്ളൂ. എന്നിട്ട് പിന്നെ അത് ജപിച്ച് അതിൻ്റെ ശക്തി നമ്മൾക്കാവാതെ നമ്മൾ വേറൊരാൾക്ക് നമ്മൾ ഗുരുനാഥനായിട്ടില്ല, നമ്മൾ കൊടുക്കരുത്. അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇന്നിപ്പോൾ എന്താ കാര്യം? ഇപ്പൊ ഇതായിട്ട് പറയുമല്ല, ഏറ്റവും കൂടുതൽ നാമജപാദികളെ കുറിച്ച് സംസാരിച്ചത് നമ്മളാണ്, നമ്മുടെ ചാനലിലൂടെയാണ്. അതിനുശേഷം ഒരുപാട് നാമജപാദികളുടെ ചാനൽ വന്നിട്ട് എന്തൊക്കെ മന്ത്രങ്ങളാണ് ഓരോരുത്തർ പറയണേന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഇതൊക്കെ എന്താ പറയണേ, ഇത് ജപിച്ചാൽ ഇപ്പൊ നാളെ ലോട്ടറി അടിക്കും, നാളെ സ്വർണം കിട്ടും, മറ്റന്നാൾ നിധി കിട്ടും, ഇങ്ങനെയാ. അപ്പൊ ഇതൊക്കെ ദീക്ഷ എന്ന് പറയുന്ന സാധനമുണ്ടെങ്കിൽ അതിന്റെ ശക്തിയേറും, ഗുണമേറും, നന്മയേറും. ഇനി മന്ത്രത്തിലേക്ക് കിടക്കണ്ട, നാമം ആയിക്കോട്ടെ. നിങ്ങൾ ഒരു തവണ നാമം ജപിച്ചാൽ മതി. ആ ഒരു തവണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഭഗവത് സ്വരൂപത്തെ കണ്ട് തെറ്റാതെ ജപിക്കുക. ഒരക്ഷരം തെറ്റാതെ ജപിക്കുമ്പോഴാണ് ആ ഫലം ഉണ്ടാവണേ. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരു ഭക്ത എന്ന് പറഞ്ഞ പോലെ എൻ്റെ മകനെ നല്ലവണ്ണം വരുത്തരേ ഭഗവാനെ നല്ലവണ്ണം വരുത്തരേ എന്ന് പറഞ്ഞാൽ ആ വണ്ണത്തിന് സ്ട്രെസ് കൂടി. മകൻ വണ്ണം വെച്ച പോലെ മകന് നല്ല വണ്ണമായി, ആ വണ്ണത്തിന് സ്ട്രെസ് കൂടിയത്. അപ്പം ഓരോ വാക്കും ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. അതുകൊണ്ട് നാമജപങ്ങളിലായാലും മന്ത്രജപങ്ങളിലായാലും ഒരു പുണ്യ പുരാണ കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അക്ഷരങ്ങൾ തെറ്റാതെ ജപിക്കുക. നിങ്ങൾ പഠിച്ചതിന് മാത്രം ചെയ്യുക. ചെയ്തില്ല എന്ന് വെച്ച് ശിക്ഷയില്ല, ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയുണ്ട്. അത് സ്മരിക്കുന്നത് നല്ലതാണ്. തിരുമേനി നമ്മൾ വിഷുക്കണി ഒരുക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഗ്രന്ഥങ്ങൾ. ഭാഗവതം, രാമായണം. നമ്മൾ ഈ വിഷുദിനത്തിൽ ഭാഗവതം വായിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ നാരായണീയം വായിച്ചു തുടങ്ങാൻ പറ്റിയ സമയം ആയതുകൊണ്ടാണോ ഈ വിഷുക്കണിയിൽ ഇത് ഉൾപ്പെടുത്തുന്നത്? ഇതിനുമായിട്ട് വിഷുവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? വിഷുവിന് മഹത് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാമായണമായാലും ഭഗവതായാലും നാരായണീയായാലും നമ്മൾ കണിക്ക് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സരസ്വതി സാന്നിധ്യവും കൂടെ അവിടെ ഉണ്ടാകുക എന്നുള്ള. കാരണം അറിവിൻ്റെ ഒരു ദിവസവും കൂടിയാണ്. അങ്ങ് ചോദിച്ച പോലെ ഈ നാരായണീയം അല്ലെങ്കിൽ ഭാഗവതം അങ്ങനെ പറയുന്ന മഹത്തരമായി നിൽക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ പഴയ കാലത്ത് ഉപദേശത്തിലൂടെ ചെയ്യണം എന്ന് തന്നെയാണ് നിയമം. ഇപ്പോൾ ഒരാള് വിഷുവിൻ്റെ അന്ന് രാവിലെ ഈ ഭഗവാന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഭാഗവതമോ നാരായണീയമോ എടുത്തിട്ട് രാവിലെ മുതൽ അത് വായിച്ചു പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ദിവസമായി ഈ വിഷുവിനെ എടുക്കാം. കാരണം ഇത് എടുക്കുന്ന ദിവസം തന്നെ എല്ലാവരും നാരായണീയം വളരെ നന്നായി ജപിക്കും എന്നെനിക്ക് പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ ഭാഗവതാണെങ്കിലും ആ പുസ്തകത്തെ പരിചിതപ്പെടാൻ അല്ലെങ്കിൽ ആ പുസ്തകം പഠിക്കാൻ നമുക്കൊരു പുണ്യദിനം വേണം. ആ പുണ്യദിനമായി
ഈ വിഷുവിനെ തിരഞ്ഞെടുക്കാം. കാരണം നമ്മൾ ആ ഭഗവാന്റെ കണിദർശനത്തിൻ്റെ കൂടെ ഈ നാരായണീയമാണെങ്കിലും ഭാഗവതാണെങ്കിലും വെച്ച് നമ്മൾ രാവിലെ കണിദർശനവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ചു വന്നിട്ട് ആ ഭഗവാന്റെ പാദത്തിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ആ പുസ്തകം എടുത്ത് ആ ഭഗവാനോട് തന്നെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ആ പുസ്തകം എടുത്ത് അതിൻ്റെ ഒരു അധ്യായം വായിച്ച് അത് പഠിക്കാൻ നമുക്ക് തുടങ്ങാവുന്ന ഏറ്റവും നല്ല ദിവസമാണ് ഈ വിഷുവിൻ്റെത്. അത് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ വിഷ്ണു സഹസ്രനാമാണെങ്കിലും അങ്ങനെ ചെയ്യാം, നാരായണീയം ആണെങ്കിലും ചെയ്യാം, അതുപോലെ തന്നെ ഭാഗവതാണെങ്കിലും ചെയ്യാം. അങ്ങനെ വൈഷ്ണവ ഗ്രന്ഥങ്ങൾക്ക് മുഴുവൻ അതിന് വളരെ വളരെ പുണ്യമായ ദിവസമാണ്. അത് തുടങ്ങാൻ പറ്റിയ ദിവസമാണ്. ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് മേടിക്കണം. അതുപോലെ തന്നെ ഈ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ നാരായണീയമൊക്കെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ, ചൊല്ലാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരാവർത്തി നാരായണീയമൊക്കെ രാവിലെ അല്ലെങ്കിൽ ഒരു പറ്റാവുന്ന അധ്യായങ്ങളൊക്കെ ഭഗവാനെ ചൊല്ലിക്കേൾപ്പിക്കുന്നത് അതിഗംഭീരമാണ്. അതുപോലെ തന്നെ ചൊല്ലിക്കൊടുക്കുന്നതും അതിഗംഭീരമാണ്. ഭാഗവതാണെങ്കിലും അതെ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗവതത്തിൽ സംക്ഷിപ്ത രൂപം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിലും ഒരു തവണയൊക്കെ അവിടെ ചൊല്ലുന്നതൊക്കെ വളരെ ഗംഭീരമാണ്. ഈ നാമജപാദികളൊപ്പം തന്നെ. പിന്നെ ഇത് പുതിയതായി ആരംഭിക്കുന്നവർക്കൊക്കെ വിഷുവിൻ്റെ അന്ന് തുടങ്ങുന്നത് വളരെ നല്ലതാണ്, അതിഗംഭീരമാണ്. നിസ്സംശയം പറയാം, അത് ഭഗവാന്റെ മുമ്പിൽ നിന്ന് തന്നെ ഭഗവാനുടെ അനുഗ്രഹം മേടിച്ച് ഭഗവാനോട് ഉപദേശം മേടിച്ച് തുടങ്ങുന്നത് തന്നെയാണ്. അത് കേമത്തം തന്നെയാണ്, സംശയമില്ല. അത് നാരായണീയമൊക്കെ ജപിക്കാൻ ഒരുപാട് ആൾക്കാർ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. അവർക്കൊക്കെ ആ നാരായണീയം തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് എടുത്ത് ആ ഭഗവാനെ തന്നെ ഒരു 3 ചൊല്ലിക്കേൾപ്പിക്കുക, അല്ല 3 അധ്യായം ചൊല്ലിക്കേൾപ്പിക്കുക, അറ്റ്ലീസ്റ്റ് ഒരധ്യായമെങ്കിലും ചൊല്ലിക്കേൾപ്പിക്കാമെങ്കിൽ അത് അതിഗംഭീരമാണ്, അതികേമത്താണ്. വാക്കുകൾക്കും അതീതമായ മനഃശാന്തിയും ഏകാഗ്രതയുമാണ് നാമജപം നമുക്ക് നൽകുന്നത്. നാമജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് മന്ത്രങ്ങൾ ചൊല്ലേണ്ടതെന്നും തെറ്റായ രീതിയിൽ മന്ത്രങ്ങൾ ചൊല്ലിയാൽ എന്താണ് സംഭവിക്കുക എന്നുമെല്ലാം വളരെ വിശദമായി തിരുമേനി നമ്മോട് സംസാരിച്ചു. ഇത്തരം അറിവുകൾ പങ്കുവച്ചതിന് തിരുമേനിയോട് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ, സുഖമുണ്ടാകട്ടെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.